പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സ്തോത്രം ചെയ്യുന്നു. മക്കളില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആശുപത്രി കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരെ കർത്താവ് ഇന്നെങ്കിലും 10 പൈസ കിട്ടുക. ഈശോയെ, കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട്. കന്യൻ്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയവരുണ്ട്. അത് തിരക്കി പോകുന്നവരും ചോദിക്കാൻ പോകുന്നവരുണ്ട്. അപ്പം അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവ് കൊച്ചു തോബിയാസിനെ നീ വിട്ടില്ലേ, കടങ്ങൾ തിരിച്ചു കിട്ടും മേടിക്കാൻ വേണ്ടി. അതുപോലെ അന്ന് റാഫേൽ മാലാഖനൊക്കെ നീ കൂടെ വിട്ടില്ലേ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വിട്ട മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ പരിശുദ്ധമ്മയെ നീ കൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കർത്താവ് ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വീട്ടിലെ സ്ഥിതി കാരണം മനസ്സ് മരവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ മക്കളെ, നിങ്ങൾ ആശീർവാദത്തിൽ ആലംബിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ അത്രയും പഠിക്കുക. ബാക്കി കൃപാസന്മാരാ നിങ്ങളുടെ വീട്ടിൽ വരും.
നിങ്ങളുടെ എല്ലാ പോരായ്മകളെ അമ്മ പരിഹരിക്കുന്ന എത്രയോ സാക്ഷ്യങ്ങൾ നമുക്കുണ്ട്. കർത്താവേ, ജീവിതമാർഗം മുട്ടിപ്പോയവരുണ്ട്, വീട് സ്ഥലവും ഇല്ലാത്തവരുണ്ട്, വിവാഹം ഒത്തുവരാത്തവരുണ്ട്, മക്കൾ ദുർനടപ്പിൽ പോയിട്ട് വേദനിക്കുന്നവരുണ്ട്. എല്ലാ മേഖലകളിലും എന്തെല്ലാം വേദന നീ അനുഭവിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഈ ദിവസം കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവ് ആശീർവദിക്കട്ടെ. നീ ഒപ്പിടുന്ന രേഖകളെ കർത്താവ് ആശീർവദിക്കട്ടെ. നീ ലോൺ എടുക്കാൻ പോവുകയോ സാമ്പത്തിക വിഷയങ്ങൾ സംസാരിക്കാൻ പോവുകയോ ചെയ്യുന്ന ഇടങ്ങളിൽ കർത്താവ് നിനക്ക് തുണ വരട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇനി ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലാ ഇടങ്ങളിലും നിൻ്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആധ്യാത്മിക മുന്നേറ്റങ്ങളിലെ ചില മാങ്ങ അണ്ടിടത്തൊക്കെ പുഴു ഉണ്ടാവുമെന്ന് പറയണില്ലേ? അത് പൂവിടണ കാലത്ത് കയറിപ്പറ്റിയ മുട്ടയായിരിക്കും, ചിലപ്പോൾ പുഴുവായിരിക്കും. അത് മാങ്ങ പിഞ്ച് വളർന്ന് ഉണ്ണി വളർന്നതിന് ശേഷം അത് മാങ്ങ മൂക്കുന്ന അനുസരിച്ച് അതിൻ്റെ ആ പുഴുവും അതുപോലെ വളർന്നുകൊണ്ടിരിക്കും. ഇതുപോലെ ഒരു സംഭവമാണ് ഈ സൽപ്രവൃത്തികൾക്ക്. ഇങ്ങനെ ഒരു ഗതികേടുണ്ട്. സൽപ്രവൃത്തികളൊക്കെ ഉണ്ടായല്ല നമ്മൾ അറിയത്തില്ല. അത് കാരണം അതിൻ്റെ മുഴുവനും ഫലങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ സുവിശേഷ വിലക്ക് ഇപ്പോൾ നമ്മളതിനെ കരിസ്മാറ്റിക് ഇപ്പോൾ ഞാനും പണ്ട് കരിസ്മാറ്റിക് ധ്യാനം നടത്തിയിരുന്നതാണ്. ഇപ്പം മരിയൻ ധ്യാനം നടക്കണം. ഇപ്പോൾ കരിസ്മാറ്റിക് ധ്യാനത്തിൽ ആദ്യകാലങ്ങളൊക്കെ വരുന്നവർ നമ്മുടെ ഇടവകയിലൊക്കെ ഞാനൊരു 12 ഇടവക കൊച്ചച്ഛനായിട്ടും കേട്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കരിസ്മാറ്റിക് ഗ്രൂപ്പുകൾ വരും ഇടവകയിൽ. പക്ഷേ അവർ ധ്യാനം കൂടി, പിന്നെ വളർച്ചാ ധ്യാനം കൂടി, അതുപോലെ തന്നെ അന്തരീസൗഖ്യ ധ്യാനം കൂടി, പിന്നെ പ്രാർത്ഥനാനുഭവ ധ്യാനം കൂടി, ഓരോരോ ധ്യാനം കൂടുന്നതനുസരിച്ചുകൊണ്ട് ഇവർക്ക് ഗർവ് കൂടും. അച്ഛനാണെന്നും പറഞ്ഞ് എനിക്കൊരു ഗർവ് ഉണ്ടെങ്കിൽ ഈ അച്ഛൻ ശുശ്രൂഷയുടെ ഫലം ഭാഗികമായിരിക്കും. അപ്പം ഇത് എന്നെ കണ്ടുപിടുത്തമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇന്നലെ നമ്മൾ കണ്ട വചനം വായിച്ചാൽ നോക്കിയാൽ മനസ്സിലാവും. ഇന്നലെ എന്താ കണ്ടത്? 1:9-16 ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് അതെനിക്ക് അഹംഭാവം കണ്ട ഈ സാധനം കയറി വരും. അഹംഭാവം എന്നുള്ള സംഭവം കയറി വരും. ഇത് പൗലോസിൻ്റെ ഒരു നിരീക്ഷണമാണിത്. അതായത് സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ പേരിൽ കർത്താവിനെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നു, എൻ്റെ സഭകൾ വളരുന്നു എന്ന് പറയുമ്പോൾ പത്രോസിൻ്റെ ഈ പൗലോസിനേക്കാൾ കൂടുതൽ അഹംഭാവം ഉണ്ടായിരുന്ന ആളാണ് ഈ പൗലോസ്. പത്രോസിനെ കൂടുതൽ അഹംഭാവം ഉണ്ടായിരുന്ന ആളാണ് ഈ പൗലോസ്. ഇപ്പം ഈ അദ്ദേഹത്തിന് ഉണ്ടാകാവുന്ന അഹംഭാവത്തിൻ്റെ ഒരു ബഹിസ്ഫുരണമാണ് ഈ പറയണത്. കാര്യം അദ്ദേഹം പറയത്തില്ലേ, നിങ്ങൾ പരിസയനാണെങ്കിൽ ഞാനും പരിസയനാണ്, നിങ്ങൾ റോമൻ പൗരനാണെങ്കിൽ ഞാനും റോമൻ പൗരനാണ് എന്നൊക്കെയാണ് ആദ്യ കാര്യങ്ങൾ അദ്ദേഹം പറയണത്. അപ്പം അതിൻ്റെ അകത്ത് ഒരു അഹംഭാവം ഉണ്ട്. പക്ഷേ ക്രമേണ ക്രിസ്തു ആ മേഖലയെല്ലാം ക്രിസ്തു നിറഞ്ഞു കഴിയുമ്പോൾ പുള്ളിക്കാരൻ പറയും, ഞാനല്ല ക്രിസ്തുവാണ് എന്നെ ജീവിക്കണം എന്ന് പറയും. അത് പ്രോസസ്സാണ്. ഇതുപോലെ എല്ലാവരിലും ഈ ഒരു പ്രോസസ്സ് നടക്കേണ്ടതാണ്. പൗലോസിൽ വളരെ നന്നായിട്ട് നടന്നത്. പൗലോസിനെ പിന്നെ വിട്ടുകൊടുക്കാൻ ഭയങ്കര പാടായിരുന്നു. പ്രകൃതി കൊണ്ടുണ്ടായിരുന്നു വിട്ടുകൊടുക്കുന്നതിന് പത്രോസിനേക്കാൾ പാടായിരുന്നു പൗലോസിനെ വിട്ടുകൊടുക്കാൻ. ഗർവ് കൂടുതലായിരുന്നു. പത്രോസിനോട് പോലും പരസ്യമായിട്ടൊക്കെ ശാസിക്കാൻ ശരിക്കും പറഞ്ഞ ഒരു അർഹതയില്ലാത്ത മനുഷ്യനാണ്. അതൊക്കെ നയപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണെങ്കിലും പുള്ളിക്കാരൻ പത്രോസിനോട് ശാഠ്യം പിടിച്ചു. അപ്പം അതൊക്കെ നമുക്ക് ഇന്ന് വായിക്കുമ്പോഴും നമുക്ക് സങ്കടം ഭരിച്ചിരിക്കും. അത് ഒഴിവാക്കാമായിരുന്നു. പത്രോസ് ആര്? ദൈവം അംഗീകാര മുദ്ര കൊടുത്തവനല്ലേ? അവൻ്റെ മേലല്ലേ ഈ സഭയെല്ലാം പണിതിരിക്കണത്.
അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തവനെ പരസ്യമായിട്ട് ഇന്നലെ വന്ന ആൾ, അതും കുറേ നാൾ കർത്താവിൻ്റെ ആൾക്കാരെ കൊന്നു കുഴിച്ച് കൂടി അടുത്ത ആൾക്കാരെ കൊല്ലാൻ പോയപ്പോൾ ദൈവം കഴുത്തെ പിടിച്ചാൽ താഴെയിട്ട ആളാണ്. അയാൾക്ക് മനസാന്തരം ഉണ്ടായി, അയാൾ തിരിച്ചു വന്നു. പക്ഷെ അപ്പോഴും ഒരു പാകത ആ സമയത്തും വരണില്ല. ശരിക്കും പൗലോസിന് അവസാന കാലങ്ങളിലാണ് ശരിക്കും പാകത വരണത്, കാര്യങ്ങളെ മനസ്സിലാക്കി വരുന്നതിന്. ഇതൊരു നേച്ചറിൻ്റെ പ്രോബ്ലമാണിത്. നമ്മൾ കുറച്ചുകൂടി സബ്മിസീവ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നേരത്തെ ക്രിസ്തു നമ്മളിൽ നിറയും. കാര്യം ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈ ഒരു വിഷയത്തെ, അതായത് ഈ അഹംഭാവം എന്നുള്ള വിഷയത്തെ വല്ലാത്ത രീതിയിൽ ഈശോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കടമയൊക്കെ പറയുമ്പോൾ പ്രയോജനരഹിതന്മാരാ ദാസന്മാരാണെന്നൊക്കെ പറയണില്ലേ, അത് അഹംഭാവത്തിന് യാതൊരു സ്കോപ്പും അവിടെ ഇല്ലെന്നേ പറയണത്. അതാ ഈശോ പറഞ്ഞതാണ് സംഭവം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമില്ലേ 17:10, ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്. അപ്പൊ പ്രയോജനമില്ലാത്ത ദാസന്മാർ, അതാണ് ആ ഉള്ള അഹംബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ്ലെസ് സെർവൻ്റ് ആണെന്ന്. പക്ഷെ ഇതിങ്ങനെ പറയാൻ എളുപ്പമാണെങ്കിലും അത്ര പ്രായോഗികമല്ലേ. കുറച്ച് സമയമെടുക്കും, ചിലപ്പോൾ നല്ല സമയമെടുക്കും. അത് ഓരോ വിഷയമെന്ന് ഇപ്പം നമ്മൾ ചില ആൾക്കാർ വളരെ ഡെസിബിളായിട്ടും തോന്നുന്നുണ്ടെങ്കിലും ചിലർ വളരെ വിനയമുള്ളവരായിട്ട് തോന്നും, ചിലർ വളരെ സബ്മിസീവായിട്ട് തോന്നും. പക്ഷെ അപ്പം നമ്മളവർക്ക് എന്ത് എളിമയുള്ള മനുഷ്യരാണെന്ന്. പക്ഷേ അത് അവരെ ഹർട്ട് ചെയ്യുന്ന ഒരു തനത് പ്രശ്നം വരാത്തത് കൊണ്ടാണ് അവർ ആ സമയത്ത് എളിമയോടെ വിനയത്തോടെയൊക്കെ പ്രവർത്തിക്കുന്നത്. അവരെ ബാധിക്കുന്ന ഒരു വിഷയം വന്നാൽ അതെങ്ങനെ വരുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പൊതുവെ എളിമയുള്ളവരാണ്, വിനയമുള്ളവരാണെന്നൊക്കെ പൊതുവെ പറയുന്നുണ്ടെങ്കിലും അത് കോമൺ സബ്ജക്റ്റിൻ്റെ മേലായിരിക്കും. ഒരു പേഴ്സണൽ സബ്ജക്റ്റ് അവരെ ബാധിക്കുന്ന വിഷയത്തിൽ വരുമ്പോൾ അവിടെ കറക്റ്റ് നിറം പുറത്തു വരും. നമ്മൾ ഇന്ന് വരെ കണ്ടു, ഇപ്പോൾ ഇൻക്ലൂഡിങ് മൈസെൽഫ്. കാര്യം ആധ്യാത്മിക ജീവിതം ക്രിസ്തു നിറയുക എന്നുള്ള പ്രോസസ്സിൽ നമ്മൾ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു വിശുദ്ധനെ മാത്രം മാതൃകയാക്കിക്കൊണ്ട് ഒരു ആധ്യാത്മിക ജീവിതം കൈപിടിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആരെയൊക്കെ മാതൃകയാക്കിയാലും ക്രിസ്തുവിനെ മാതൃകയാക്കുന്നില്ലെങ്കിൽ നമുക്ക് പിഴക്കും. കാര്യം ക്രിസ്തുവിനെ മാതൃകയാക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത്, ഇപ്പോൾ ക്രിസ്തു നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുള്ളത് നമ്മളുടെ ഒരു ബോഡിയുടെ, നമ്മളുടെ ഒരു നേച്ചറിൻ്റെ ഒക്കെ പരാധീനതകളെ പരിഹരിക്കണമെങ്കിൽ ക്രിസ്തു പ്രവർത്തിക്കുകയാണെങ്കിൽ കൂടെ പരിശുദ്ധാത്മ പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾക്ക് ഉള്ള പിഴവുകളെ നമ്മളെ ബോധവൽക്കരിച്ചും പിന്നെ അത് പരിഹരിച്ചൊക്കെ പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ അഹംഭാവം. ആദ്യമേ പൗലോസ് അഡ്രസ് ചെയ്ത പോലെ തന്നെ ഈശോയും അത് നേരത്തെ പറഞ്ഞിരുന്നു. ഞങ്ങൾ പ്രയോജനരഹിതന്മാരായ ദാസന്മാരാണ്. ഇപ്പം ആൾക്കാരെല്ലാം ചെയ്യണത് ക്ലെയിമല്ലേ. എന്ത് വകുപ്പിലൊരു ക്ലെയിം ഒപ്പിക്കാവുന്നതാണ് ആൾക്കാർ നോക്കണത്. എന്ത് വകുപ്പിലേക്ക് ഒരു ക്ലെയിം ഒപ്പിക്കാം. ഇപ്പം ക്ലെയിമിൻ്റെ ഗ്രൗണ്ടുകളാണ് ആൾക്കാർ അന്വേഷിക്കുന്നത്. ദൈവ തിരുസന്നിധിയിൽ നമുക്ക് ക്ലെയിം ഉണ്ടെങ്കിലും നമ്മൾ ഡിസ്ക്ലെയിം ചെയ്യേണ്ടി വരും. ക്ലെയിം ഉണ്ടാകാം, പക്ഷേ നമ്മളത് ഹോൾഡ് ചെയ്ത് അതിങ്ങനെ ആ കാർഡ് കാണിച്ചാൽ കർത്താവ് പറയും എല്ലാം ദാനമല്ലെന്ന് ചോദിക്കും. 1 കൊരിന്ത്യർ 4:7. നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? അടിപൊളി. നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു? ഇതാണ് ക്ലെയിമിന്റെ പ്രോബ്ലം. നമ്മൾ ദൈവദൃശ്യനെ പോലും ക്ലെയിം വെക്കാൻ പറ്റത്തില്ല. കാര്യം ആ ക്ലെയിം വെക്കുന്നതിന് വേണ്ടി നമ്മൾ എടുത്തത് നമ്മൾ ആർജിച്ചതെല്ലാം ബൈബിൾ പറയും ദാനമാണെന്ന് പറയും.
ഇതുകൊണ്ടാണ് അഹംഭാവം ഉണ്ടാകരുതെന്ന്. ഇത് ഒരു സറണ്ടറാണ് ശരിക്കും പറഞ്ഞാൽ, റെഡി ടു സറണ്ടർ. നമുക്ക് നാളെ അതിനെക്കുറിച്ച് കൂടുതൽ കർത്താവ് പറയുമായിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയണതെല്ലാം കുറേ പ്രാർത്ഥിച്ചും പിന്നെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കർത്താവ് എനിക്ക് തരുന്ന സൂചനകളും അതിൻ്റെ പുറകെ, ആ വെളിച്ചത്തിൻ്റെ പുറകെ അനുധാവനം ചെയ്യുമ്പോൾ നമ്മൾ വായിക്കുന്ന ഈശോ കാണിക്കുന്ന ബോർഡുകളൊക്കെ അല്ലേ പറഞ്ഞു തരണത്. നിങ്ങൾ കുറച്ചെങ്ങനെയൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കണേ. താങ്ക് യു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആ വചനം ഒന്നിനു വായിച്ചേ. സങ്കീർത്തനം 92:3. കിന്നരവും വീണയും മീട്ടിയും. ഒന്ന് പറഞ്ഞേ, കിന്നരവും വീണയും മീട്ടിയും. പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. നമുക്ക് വ്യക്തതയില്ലാത്തപ്പ അതിന് സുവിശേഷത്തിൻ്റെ ഭാഷയിൽ രാത്രി എന്ന് പറയും. നമുക്ക് വ്യക്തതയില്ല, എന്ത് കിട്ടും, ഏത് ജോലി ചെയ്യും, ആരെ കല്യാണം കഴിക്കും, എവിടെ താമസിക്കും, ഏത് ആശുപത്രി ചികിത്സക്ക് പോകും. വി ഹാവ് നോ ഐഡിയ. ഇതിനാണ് ഡാർക്ക്നെസ് എന്ന് പറയണത്. ഇങ്ങനെയുള്ള സമയത്ത് ഉടമ്പടിയിലുണ്ടാകുന്ന ആനുകൂല്യം എന്ന് പറയണത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സീറോ ക്ലിയർ ആണെന്ന് വിചാരിച്ചേ. സീറോ ക്ലിയർനെസ്. നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല, ഒന്നിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. അതാണ് രാത്രി എന്ന് പറയണത്. രാത്രിയിൽ ഉടമ്പടിയിലുള്ള ഗുണം എന്താണ്? സങ്കീർത്തനം 92:3 ഒന്നിനു വായിച്ചേ. കിന്നരവും വീണയും മീട്ടിയും. ഒന്ന് പറഞ്ഞേ, കിന്നരവും വീണയും മീട്ടിയും. പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. അതായത് രാത്രി എന്ന് പറയണത് ഒരു ഐഡിയയുമില്ല. ഇപ്പം നമുക്കറിയാം, നമ്മൾ രാത്രി എന്താ ചെയ്യണത്? നമ്മൾ ഉറങ്ങും അല്ലേ? രാത്രി നമുക്ക് പ്രവർത്തനങ്ങളൊന്നുമില്ലല്ലോ, ഉറങ്ങുകയുള്ളൂ. പക്ഷേ രാത്രി നിൻ്റെ ദൈവം എന്താ ചെയ്യണത്? രാത്രി നിനക്ക് വേണ്ടി ജാഗ്രതയുള്ള രേഖ. ഇസ്രായേലിൻ്റെ ദൈവം മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ആകുമ്പോൾ ഈ 124 121:4 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 121 സങ്കീർത്തനം 4-ാം തിരുവചനം. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. പറഞ്ഞേ, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. അപ്പോൾ നിന്റെ രാത്രിയിൽ ദൈവം നിനക്ക് വേണ്ടി ജാഗ്രത അനുഭവിക്കും. എന്നുവെച്ചാൽ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. രാത്രിക്കുള്ള കുഴപ്പം എന്താണ്? ഉറക്കമല്ല പ്രശ്നം. എന്താണ്? ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ചില ആൾക്കാർ പറഞ്ഞില്ല, എൻ്റെ അച്ഛാ പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല, രാത്രിയായി. രാത്രി എന്ന് പറയുമ്പോൾ നിങ്ങളോട് രാത്രി എന്ന് വിചാരിക്കരുത്. ജീവിതത്തിൽ ഈശോ എന്താ പറഞ്ഞ രാത്രിയെക്കുറിച്ച്? ശ്രുതിക്കട്ടെ മക്കളെ, യേശു ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, സ്തോത്രം. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 9:4. യോഹന്നാൻ 9:4. എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ, എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ. എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. ഇപ്പം രാത്രിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ വെളിച്ചത്ത്, ഇപ്പം നമ്മളിതുപോലെ പൂ പോലെ വെളിച്ചത്ത് ജീവിച്ചാലും ആധ്യാത്മികമായിട്ട് രാത്രിയിലായിപ്പോവും ചിലപ്പോൾ. എന്താണ്? ശരി പറയുക, എൻ്റെ അച്ഛാ സങ്കടം കൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല, അതാണ് രാത്രി. ചിലപ്പോൾ ഭർത്താവ് ഐസിയിലായിരിക്കും, അല്ലെങ്കിൽ മകൻ ചിലപ്പോൾ ജയിലിലായിരിക്കും. നിങ്ങൾക്കത് രക്ഷപ്പെടണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾക്കൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രി, പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത രാത്രി. അതാ യോഹന്നാൻ 9:4 എന്ന് പറഞ്ഞ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം. ജീവിതത്തിൽ ഒരു ഐഡിയ ഇല്ല, ഒരാശയമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, ആരെ കോണ്ടാക്ട് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, എങ്ങനെ ഗതി പിടിക്കുമെന്ന് അറിയാൻ പാടില്ല.
നിങ്ങൾ സ്മോളൊക്കെ അടിച്ച് അല്ലെങ്കിൽ വീട്ടിൽ കഴുത്തേക്ക് കയറി നിങ്ങളുടെ കഴിവ് മറച്ചു വെക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളുടെയും ഭർത്താവിൻ്റെയും ഭാര്യയുടെയൊക്കെ കഴുത്തേക്ക് കയറി നിങ്ങളിങ്ങനെ അഭ്യാസം കാണിച്ച് ജീവിക്കായിരിക്കും ചിലപ്പോൾ. അതാണ് നിങ്ങളുടെ രാത്രി എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കാനും പറ്റണില്ല, കഴിവുകേടുകൾ മറച്ചു വെക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ ചാടിക്കയറി ജീവിക്കുന്ന സമയം, രാത്രി ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയം. ഈ രാത്രിക്ക് എന്താ ദൈവം ചെയ്യണത്? ഉടമ്പടി വന്നു കഴിഞ്ഞാൽ ഇനി നീ ഒരു രാത്രിയിൽ മാനുഷികമായ വീക്ക്നെസ് കൊണ്ടകപ്പെട്ടാലും നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല. സങ്കീർത്തനം 92:3 എന്താ പറയണത്? രാത്രിയിൽ നിന്റെ വിശ്വസ്തത ഞാൻ കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തതയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം. അപ്പൊ നീ ഇപ്പൊ നിന്റെ ജീവിതം രാത്രിയാണ്, നിനക്ക് ഐഡിയ ഇല്ല, നിനക്ക് പ്രാർത്ഥിക്കാമെന്ന് തോന്നണില്ല, നിനക്ക് ഒരു വേലയും ചെയ്യാൻ പറ്റണില്ല, നിനക്ക് ചിന്തിക്കാൻ വേണ്ടി ബിസിനസ് തുടങ്ങാമെന്ന് വെച്ചാൽ അതിന് കാശ് വേണ്ടേ? അതില്ല. വീട് വിൽക്കാമെന്ന് വെച്ചാൽ അനിയൻ്റെ പേരിൽ കൂടി പ്രമാണത്തിൽ അനിയൻ്റെ പേരും ഉണ്ട്, അവൻ സമ്മതിക്കണമില്ല. ഒന്നും ചെയ്യാൻ പറ്റണില്ല, കൈയും കാലും കെട്ടിയ പോലെ അവസ്ഥയാണ്. എന്നപ്പോൾ ചത്ത് കളയാമെന്ന് തോന്നുന്നു. അതാണ് രാത്രി എന്ന് പറയണത്. ഈ രാത്രിയിൽ നീ ഉടമ്പടിയിലാണെങ്കിൽ എന്താ സംഭവിക്കണത്? കർത്താവ് വിശ്വസ്തനായിരിക്കുമെന്ന്. മനസ്സിലായില്ലേ? കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. അപ്പൊ നിന്റെ ഉടമ്പടിയിലൂടെ നിന്റെ പൊസിഷൻ എന്താണെങ്കിലും നിന്നെ കരകയറ്റാൻ വേണ്ടി ദൈവം തീരുമാനിക്കുമ്പോഴാണ് നമ്മൾ ഉടമ്പടിയിലേക്ക് വരണത്. മനസ്സിലായില്ലേ? കാര്യം ഇപ്പോൾ ഉടമ്പടി ആകുമ്പോൾ ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. നീ ഒരു കക്ഷി, നിന്റെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കാൻ ദൈവമാണ് കൗണ്ടർ പാർട്ടായിട്ട് വരുന്നത്. അപ്പോൾ ദൈവത്തോടാണ് നീ ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ടാണ് ഉടമ്പടിക്ക് ആശ്ചര്യവും എപ്പോഴും റിമൈൻഡറായിട്ട് വരണത്. അത് പാസ് ചെയ്യരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം ചില പെരിച്ചാഴികൾ ഉടമ്പടി ആശ്ചര്യം പാസ് ചെയ്യാൻ പാടില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിക്ക് ആശ്രയവും നീയും നിൻ്റെ ദൈവവും തമ്മിൽ ചെയ്ത ഉടമ്പടി ജീവിതത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അത് മകൾ കാനഡയിൽ പോയി അല്ലെങ്കിൽ അവൾ ഐശ്വര്യയിൽ പോയതൊരു കാര്യമില്ല. നീ ഉടമ്പടി വൃത്തിയും മെനയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ ഐശ്വര്യം മാതാവ് പൊക്കിക്കൊണ്ട് വന്നോളൂ. അത് ഇതുകൊണ്ട് അവിടെ കെട്ടി താത്തേണ്ട ആവശ്യമില്ല. അതിന് വേറെ കാശ്വരും കൃപാസത്യം തരും. അച്ഛൻ കൊടുക്കുന്നുണ്ടല്ലോ, ആൾക്കാരെ കണ്ടില്ലേ? അതിൽ അവിടെ ഉടമ്പടി കാശ്വരം ആവശ്യമില്ലാത്ത രീതിയിൽ കൈമാറാതിരിക്കാൻ വേണ്ടിയാണ് അച്ഛനെ കാണുന്നവർക്കെല്ലാം ഞാൻ പാശ്വര്യം വെഞ്ചരിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കാരണം അതായത് ഇതിനെല്ലാത്തിനും ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അറിഞ്ഞു വേണം നിങ്ങളെ കൈകാര്യം ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഉടമ്പടി കാശ്വരം കൈമാറിയെന്ന് കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിന് മനസ്സിലാകും ഇത് ഉടമ്പടിയോട് അത്ര കണ്ട് കൂറുള്ള ആളല്ല, ചുമ്മാ കാര്യം കാണാൻ വേണ്ടിയും വീട്ടിലെ കാര്യം നടക്കാൻ വേണ്ടിയും ഇതുപോലെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കോയിൻ ഉപയോഗിക്കണ പോലല്ലേ, കോയിൻ ഉപയോഗിക്കണ പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഈ വിഷയത്തിൽ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ നിയമം എന്താണ്? നിങ്ങൾ ഉടമ്പടി കാശ്വരം കളഞ്ഞു പോയാൽ നിങ്ങൾ ഉടമ്പടി പിന്നെ കാശ്വരം വേണമെങ്കിൽ വേറെ ഉടമ്പടി ചെയ്യേണ്ടി വരും. അതിനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ല. അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി കാശ്വരം കളയാൻ സൂക്ഷിക്കണം. ഇൻ കേസ് അത് ജീർണിച്ച് പോയാൽ എഴുത്തൊടിയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചു തരും, പുതിയത് തരും. ജീർണിച്ച് പോയാൽ ജീർണിച്ച് പോകില്ല, പക്ഷേ കളഞ്ഞു പോയാൽ തരത്തില്ല. നിങ്ങളുടെ ഉടമ്പടി കളഞ്ഞു പോയെന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഉടമ്പടി കാശ്വരം കളഞ്ഞു പോയെങ്കിൽ അതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഉടമ്പടി പോയി കാണാം ദൈവത്തിൻ്റെ സന്നിധിയിൽ. അതാണ്. അപ്പോൾ ഈ വിഷയം വെച്ചാൽ നമ്മൾ ഓരോ വിഷയവും വളരെ ശ്രദ്ധയോടെ ചെയ്യുന്നവരുണ്ട്. ഉടമ്പടി തൈലം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, ഉടമ്പടി ഉപ്പ് കൃത്യമായിട്ട് ആട്രിബ്യൂട്ട് ചെയ്യുന്നവരുണ്ട്. അവരെല്ലാം ശ്രദ്ധയുള്ളവരാണ്. അല്ല അവിടുന്ന് കുറേ നേർച്ച വസ്തു കിട്ടി ഇങ്ങോട്ടിട്ട് അവിടെ നിന്ന് കിട്ടില്ല, ഒന്നും തന്നില്ല, അതിനൊക്കെ തരുമെന്ന് പറഞ്ഞാലെന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവ് രണ്ട് പൂച്ച് വെച്ചും വന്ന് വെള്ളം അടിച്ച് വന്ന് വെച്ച് ഓരോ കാര്യം ചെയ്യുമ്പോൾ നീ കൊണ്ട് ബുദ്ധിയും ബോധവും ഇല്ല എടുത്ത് കൈ കൊടുക്കാൻ പാടില്ല. നിങ്ങളത് പ്രാർത്ഥിച്ച് ആരാണോ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയെ ചെയ്യാൻ പാടുള്ളത്. ആ വ്യക്തി ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ വ്യക്തി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ അത് ചെയ്യണത് അവരുടെ ഭൗതികമായ ഉന്നമനം ആയിരിക്കരുത് പ്രൈമറി ഇൻറ്റൻഷൻ വരണത്, അവരുടെ ആധ്യാത്മികമായ ഉന്നമനമായിരിക്കണം. മനസ്സിലായില്ലേ? അതായത് അവർ രോഗത്തിൽ നിന്ന് മോചിച്ചാൽ നിങ്ങൾ ഉറപ്പ് വരുത്തണം അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുമെന്ന്.
അല്ലാതെ അവർ സുഖപ്പെട്ട് കാര്യമില്ലല്ലോ. അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കും എന്ന് അവരോട് ചോദിക്കണം. ഇത് തരുമ്പോൾ ഞാനൊരു കാര്യം ചെയ്യും, നിങ്ങളത് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ സൗഖ്യപ്പെട്ട് കഴിയുമ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥയിൽ ജീവിതം തുടങ്ങണം എന്ന് നിങ്ങളെ ഉറപ്പ് വരുത്തണം. അല്ല കാണുന്ന കടവാമ്പോത്തിന് എല്ലാം കൊണ്ട് അത് ഇതൊക്കെ തേച്ച് വെച്ചിട്ട് ചുറ്റി നടക്കരുത്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഈ വിഷയം വളരെ കാര്യം, ഓരോ കാര്യങ്ങൾ സാക്ഷ്യ ബേസ്ഡായിട്ടാണ് പോണത്. സാക്ഷ്യങ്ങൾ നല്ല വലിയ 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 സാക്ഷ്യങ്ങൾ പറയുന്നവർ എങ്ങനെയാണ് അത് ചെയ്യണമെന്ന് നോക്കണം. അവരെന്ത് ശ്രദ്ധയോടെയാണ് ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേര് തൽക്കാലത്തേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി പെട്ടെന്ന് ഇങ്ങനെ ഉടമ്പടി ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഓർക്കേണ്ടത്, നിങ്ങളുടെ വിഷയങ്ങൾ കഴിഞ്ഞാലും ഉടമ്പടി ദൈവം വിശ്വസ്തനായിരിക്കുമെന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉടമ്പടിയുടെ ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. കാരണം ഉടമ്പടി പോലെ പരിശുദ്ധാത്മാവ് ലഭിക്കാൻ പറ്റിയ വേറെ സംവിധാനമില്ല. കാര്യം പരിശുദ്ധാത്മാവിൻ്റെ എല്ലാവിധ അഭിഷേകം തുടങ്ങുന്നത് ഉടമ്പടി കവനൻ്റ് ഫോർമാറ്റിലാണ്. കവനൻ്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുന്നതാണ്. ഈ പരിശുദ്ധാത്മാവ് ലഭിക്കാൻ വേണ്ടിയുള്ള ഫോർമാറ്റ് എന്താണ്? കവനൻ്റ് ഫോർമാറ്റാണ്. ഇപ്പോൾ പത്രോസിൻ്റെ പ്രഭാഷണം കഴിഞ്ഞു. പത്രോസിൻ്റെ പ്രഭാഷണത്തിന് മുമ്പ് ഒരു ചോദ്യമുണ്ട്. പത്രോസിൻ്റെ പ്രഭാഷണത്തിലൂടെയാണല്ല പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് ആൾക്കാർ ചോദിക്കണത്. എന്താണ്? 2:37 എടുത്ത് നടപടി 2:37 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:37 നടപടി 2:37. ഇത് കേട്ടപ്പോൾ വചനങ്ങൾ കേട്ടപ്പോൾ, അതാണ് ഇത് കേട്ടപ്പോൾ പത്തോസ് തോന്നിയ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവവചനം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് കേട്ടാൽ ജനങ്ങളിൽ ഉടനെ ചോദ്യങ്ങൾ ഉണ്ടാകണം. അതാണ് പരിശുദ്ധാത്മാവിനെ കിട്ടാനുള്ള ആദ്യത്തെ നടപടിക്രമം. അതാണ് ദൈവവചനം പ്രഘോഷിക്കപ്പെട്ടാൽ കർത്താവ് തോണ്ടി അവർക്ക് ചോദ്യങ്ങളുണ്ടാകും. അല്ലാത്തൊരു വായിട്ട് നോക്കിയിരിക്കും. പിടിയില്ലേ? ദൈവവചനം പ്രഘോഷിക്കപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ തോണ്ടൽ കിട്ടിയ ആളാണെങ്കിൽ, അഭിഷേകം കിട്ടിയ ആളാണെങ്കിൽ ഉടനെ നിങ്ങൾക്ക് ഒരു ചോദ്യം വരും. എന്താണ്? ഞങ്ങൾ എന്താണ്? റീഡ് ഇറ്റ് അഗൈൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു. കണ്ടില്ലേ? ദൈവവചനം കേട്ടപ്പോൾ എന്ത് സംഭവിച്ചത്? ഒരു സംഭവം നടന്നു. എന്ത് ചെയ്തിട്ട്? ഹൃദയം നുറുങ്ങി, അത് പൊടിച്ചുപോയി. പഴയ ഹൃദയമില്ലേ, അത് പൊടിയണം. വചനം കേൾക്കുമ്പോഴേ ഉണ്ടാകുമ്പോൾ ഇനി ഞാൻ പഴയതുപോലെ ജീവിക്കത്തില്ല, എൻ്റെ പഴയ ഹൃദയം ഓട്ടോമാറ്റിക്കായിട്ട് വചനം കേട്ട് പൊടിഞ്ഞു പോകണം, വിശുദ്ധീകരിക്കണം. അതാണ് ഹൃദയം നുറുങ്ങിയെന്ന്. ഇത് പൊടിഞ്ഞു. നിങ്ങൾ പൊടിയാതെ കല്ല് പോലെ ഇരുന്ന് വചനം കേട്ടാൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അതായത് ആദ്യമേ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവസകം നിറഞ്ഞിട്ട് പഴയ ഹൃദയം പൊടിഞ്ഞു പോകണം. അത് റീഡ് ഇറ്റ് അഗൈൻ. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി. എല്ലാവരും പറഞ്ഞ ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് കവനന്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. വചനം കേട്ടാൽ അടുത്ത നടപടി കവനന്റാണ്. ഒരിക്കൽ നിങ്ങൾ ദൈവവചനം കേട്ടാൽ അതിൻ്റെ അടുത്ത നടപടി എന്താണ്? കയ്യൊപ്പ് പ്രാർത്ഥന അല്ല, അടുത്ത നടപടി കവനൻ്റാണ്. എന്താണ്? ഇത് കേട്ടപ്പോൾ അവരെല്ലാവരും അപ്പോസ്തലന്മാരോട് ചോദിച്ചു, എന്ത് ചെയ്യണം? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പത്രോസ് എന്താ പറയണത്? പത്രോസ് പറഞ്ഞ എന്താണ്? 2:37 വായിച്ചേ. പശ്ചാത്തപിക്കുവിൻ. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇത് ഭയങ്കര സുന്ദരമായ ഒരു വെളിപാടാണ്. എന്താണ്? വചനങ്ങൾ കേട്ടപ്പോൾ ജനങ്ങളുടെ ഹൃദയം പൊടിഞ്ഞു. പഴയ ഹൃദയം ഉണ്ടായിരുന്നു. ഏഷണി, പക, പരദൂഷണം, വിദ്വേഷം, മത്സരം, അഹങ്കാരം ഉണ്ടായ ഹൃദയം പൊടിഞ്ഞു. പൊടിഞ്ഞിട്ട് എന്ത് ചെയ്താണ്?
ജനങ്ങളെ ചോദിച്ചു, ഞങ്ങൾ ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് വചന നടപടി. അത് നമ്മുടെ ഉടമ്പടി അതല്ലേ? എന്താണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അല്ല, എന്താണ് ചൊല്ലേണ്ടതെന്നല്ല ചോദിച്ചത്. നിങ്ങൾ എന്താണ് ചൊല്ലേണ്ടത്? നിങ്ങൾ ബൈബിൾ 100 പ്രാവശ്യം എഴുതിക്കുമെന്നാണ് പറയണത്. അല്ല, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഉടനെ അവരെന്താ പറയണത്? ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾ പശ്ചാത്തപിക്കണം. അതാണ് വിഷയം. ഇപ്പോൾ ഒരാഴ്ച ഒരു 10-20 ഡൈവേഴ്സ് കേസ് ഉണ്ടാവും. എന്നിട്ട് ഇപ്പോൾ അവർ ഒരുമിച്ച് താമസിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഉടമ്പടി വെച്ചിരിക്കുന്നവരുണ്ട്. ചിലർ ഡൈവേഴ്സുകാർ ഉടമ്പടി വെച്ചിരിക്കുന്നത് കൊച്ചിനെ കിട്ടണമെന്നും പറഞ്ഞാണ്. കൊച്ചിനെ അയാൾ അടിച്ചുകൊണ്ട് പോയി, കൊച്ചിനെ കിട്ടണമെന്ന് പറഞ്ഞാൽ. ചിലർ ഉടമ്പടി വെച്ചിരിക്കുന്നത് കേസ് അവർക്ക് അനുകൂലമായിട്ട് വിധിക്കണമെന്നാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഡൈവേഴ്സ് കേസുകാർ എന്താ ചെയ്തിരിക്കണം? ചിലർ പറഞ്ഞിട്ട് കൊച്ചിനെ കിട്ടണം, ചിലരെന്താ പറഞ്ഞിരിക്കുന്നത് കേസ് അവർക്ക് അനുകൂലമായിട്ട് വിധിക്കണം, ചിലരെന്താ പറഞ്ഞിരിക്കുന്നത് ചിലവിന് കിട്ടണം, ചിലരെന്താ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതുപോലെ ഓരോ വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ചിലർ മാത്രം ഒരുമിച്ച് താമസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലർ മാത്രം. ഇതിനകത്ത് ഏതാണ് ദൈവഹിതം? ഇപ്പം ഞാൻ അവളോട് ചോദിക്കും, അല്ലെങ്കിൽ അവനോട് ചോദിക്കും, നീ കൊണ്ടുപോയാക്കിയതാണ്, അവളെ ഉപദ്രവിച്ച് വിട്ടതാണെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പമ്മും. ഇവന് ഡൈവേഴ്സ് കിട്ടിയിട്ട് വേറെ കെട്ടണം, അതിനുവേണ്ടി ഉടമ്പടി എടുത്തിരിക്കണം പന്നി. ഇതാണ് പ്രശ്നം. എത്രയും വേഗം ഡൈവേഴ്സ് കിട്ടിയിട്ട് മാതാവ് ഡൈവേഴ്സ് കൊടുക്കണം. പണിയല്ലേ മാതാവിന് പുതിയ പണി. മാതാവിന് പണി അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. എന്താ കാര്യം? ഡൈവേഴ്സ് ആക്കിയിട്ട് വേറെ പെണ്ണെ കെട്ടണം. അടിപൊളി. ഇത് തന്നെ പെണ്ണും പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തൊരു പൊട്ടിച്ചിലിൻ്റെ ആവശ്യം ഉണ്ടാവും. എന്താ കാര്യം? ദൈവം ആഗ്രഹിക്കുന്നത് പശ്ചാത്താപമാണ്. ഇതിനകത്ത് പശ്ചാത്താപം എന്നൊരു കണ്ടൻ്റ് ഉണ്ട്. അത് ഉടമ്പടിയല്ല, എന്ത് സംഭവമായാലും സത്യദൈവത്തിൻ്റെ വിഷയങ്ങളിലെല്ലാം മനുഷ്യൻ്റെ വിശുദ്ധീകരണം മസ്റ്റാണ്. മന്ത്രവും തന്ത്രവും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആണെങ്കിൽ ഒരു വിശുദ്ധീകരണം വേണ്ട. നമുക്ക് വേണമെങ്കിൽ ആഭിചാരം ചെയ്ത് ആരും കൊല്ലുകയും ചെയ്യാം. പക്ഷേ സത്യദൈവം, നിത്യജീവൻ എന്നുള്ള ഫോർമാറ്റിൽ പോകുന്ന എല്ലാ വിഷയങ്ങൾക്കും നിങ്ങളുടെ പശ്ചാത്താപം മസ്റ്റായിട്ട് വരും. ഈ പശ്ചാത്താപം എന്താ വരണത്? അപ്പം നിങ്ങൾ ആദ്യം ഉടമ്പെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ വാളും പരിചയം കൊണ്ടുവന്ന് കർത്താവിൻ്റെ അടുത്ത് വെക്കണം. നിങ്ങൾ വീട്ടിലെ വാളും പരിചയം അംഗമല്ലായിരുന്നോ? അല്ലേ? ആദ്യം ഇത് വാളും പരിചയം കൊണ്ട് വെക്കണം. ഇപ്പം നിങ്ങൾ വാളും പരിചയം കൊണ്ട് അവൾ നല്ല വെട്ടിയപ്പോഴാണല്ലോ ഇപ്പോൾ വക്കീലിൻ്റെ അടുത്ത് കൊടുത്തിരിക്കണത്. നിങ്ങളുടെ വാളും പരിചയമൊക്കെ വക്കീൽ വെട്ടിക്കൊള്ളാൻ പറയും. എന്നിട്ട് ജഡ്ജി തീരുമാനിക്കട്ടെ ആര് ജയിച്ചെന്ന് പറയും. നിങ്ങൾ വിചാരിച്ച കോടതിയിൽ നിങ്ങളുടെ വിഷയങ്ങൾ ചെല്ലണത് തന്നെ നിങ്ങൾക്ക് നാണക്കേടാണെന്ന്. എന്താ കാര്യം? നിങ്ങൾ ജയിച്ചാൽ ഓന്തോടിയാൽ വെയിലി വരെ, ചെമ്മീൻ ചാടിയാൽ ചട്ടി വരെ. എത്രയേ ഉള്ളൂ. നിങ്ങൾ ജയിച്ചാൽ എത്ര കൊല്ലത്തേക്ക് ജയിക്കാൻ പറ്റും? നിങ്ങൾക്ക് ഈ ജീവിതത്തെ മാത്രം ജയിക്കാൻ പറ്റും. മേ ബി ഒരു 40 കൊല്ലമാണ് മാക്സിമം. അത് കഴിയുമ്പോൾ കൊമ്പും കോലൊക്കെ മുക്കിന്നും വായിന്നൊക്കെ കൊമ്പും കോലും ഇട്ടിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാവില്ല. അതിപ്പോൾ ഞാനായാലും നീയായാലും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചു ജീവിതത്തിന് വേണ്ടി നീ ദൈവത്തെ ഉടനെ തള്ളിപ്പറയുകയാണ്, ദൈവത്തിൻ്റെ വചനത്തെ തള്ളിപ്പറയുകയാണ്. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടും. നേരെ മറിച്ച് സംഭവിക്കും. ഉടമ്പടി എടുക്കുമ്പോൾ നീ ഒരു തുറന്ന മനോഭാവം ആദ്യം, ദൈവമേ എവിടെയാണ് തെറ്റെന്നറിയത്തില്ല. നമുക്കറിയാം ഞാൻ എവിടെയാണ് തെറ്റെന്നറിയത്തില്ല. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ 2 മക്കളേ ഉള്ളൂ. പണ്ട് 10 മക്കളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തട്ടിമുട്ടിയാലും ആരും മൈൻഡ് ചെയ്യത്തില്ല, തനത് എഴുന്നേറ്റ് പോകും. ഇപ്പം പിള്ളേർ വീണ് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടന്ന് കാറും. നിലവിളിച്ചില്ലെങ്കിൽ അവരവിടുത്തെ എടുത്ത് അവിടെ കിടന്ന് 1 വയസ്സുകാരുടെ കൊച്ചാണ് ശരി, അവിടെ കിടന്ന് വേണമെങ്കിൽ കിട്ടിയ സാധനം എടുത്ത് നമുക്ക് എറിയും. കാര്യം പണ്ട് 10-12 പിള്ളേരുണ്ടായപ്പോൾ നമുക്ക് പ്രശ്നമില്ല. വീണ് എഴുന്നേറ്റ് പോകും. ആര് മൈൻഡ് ചെയ്യാനാണ്? ഇപ്പം മൈൻഡ് ചെയ്യാൻ ആളുള്ള കാരണം കുഞ്ഞുനാൾ മുതലേ ഭയങ്കര പൊസസീവാണ് ആൾക്കാർ. ഒന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവളല്ലെങ്കിൽ അവൻ, അവളുടെ അല്ലെങ്കിൽ അവൻ്റെ കുറ്റങ്ങളാണ് ആദ്യം എഴുന്നള്ളിക്കണത്. അപ്പോൾ അതോടുകൂടി വീട്ടുകാരെന്ത് ചെയ്യും? വീട്ടുകാർ എന്നാൽ നീ ഇങ്ങോട്ട് പോരാൻ പറയും, അമ്മ പറയും. അപ്പോൾ ആ തള്ള എന്നോട് അങ്ങനെ കാണിച്ചു, അവിടെ പോന്നൊക്കെ കൊടുത്തിട്ട് പോരാൻ പറയും.
ഇയാളും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതാ പ്രശ്നം. ആ ആളും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് അധപ്പതിച്ചതെന്ന് ആദ്യം എവിടുന്നാണ് തുടങ്ങിയത്? എങ്ങനെയാണ് നിങ്ങൾ അധപ്പതിക്കാൻ കാരണം? അതായത് അവർ വർഷങ്ങൾ പിരിഞ്ഞിരുന്ന ആൾക്കാർ ഉടമ്പടി എടുത്തപ്പോൾ അമ്മ രണ്ടുപേരെയും കൂട്ടി യോജിപ്പിച്ച് കുഞ്ഞിനെയും കൊടുത്ത് പരമസന്തോഷമായിട്ട് അവർ ജീവിക്കാൻ. അപ്പോഴേ അങ്ങനെ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ജീവിതം, നിനക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു ജീവിതം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നിനക്കത് വേണ്ട. നിൻ്റെ ജീവിത പങ്കാളിക്ക് ഇന്ന കുഴപ്പങ്ങളുണ്ട്. രഹസ്യമായ കുഴപ്പമാകാം, ചെറുത് പരസ്യമായ കുഴപ്പമാകാം. അതുകൊണ്ട് പുതിയ ഒരു ഉരുപ്പടിനെ കിട്ടിയാൽ കൊള്ളാവുന്നതിൻ്റെ മനസ്സിൽ രഹസ്യ അജണ്ട ഉണ്ടാകും. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് അതൊക്കെ ദൈവത്തിന് അറിയാമല്ലോ. നിൻ്റെ ഉദ്ദേശം ചിലപ്പോൾ വേറെ ആയിരിക്കുമെന്ന് അറിയാമല്ലോ. അത് വളരെ മനുഷ്യൻ്റെ പുറത്ത് പറയാൻ കൊള്ളാത്ത ഉദ്ദേശമായിരിക്കും നിൻ്റെ മനസ്സിലുള്ളതെന്ന് ദൈവത്തിന് അറിയാം. ഇത് വെച്ചുകൊണ്ട് ഉടമ്പടി ചെയ്ത ആദ്യം ചെയ്യേണ്ടത്, കർത്താവേ, എൻ്റെ ഹൃദയ വിചാരങ്ങൾ നിനക്കറിയാം. ഹൃദയ വിചാരം എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. ഒരു കോടതിയിലും ഹൃദയ വിചാരണ ചെയ്യപ്പെടത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ തിരുസ്ഥിതി, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, ഹൃദയ വിചാരങ്ങൾ. 139 സങ്കീർത്തനം 2. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. 139 സങ്കീർത്തനം 2-ാം തിരുവചനം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. ഇവിടെയാണ് പ്രശ്നം വരാൻ പോണത്. നിങ്ങളിപ്പോൾ ഈ വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്, നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ദൈവത്തിന് അറിയാം. നിങ്ങളിപ്പോൾ 5 സെൻറ്റ് സ്ഥലം മേടിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? 5 സെൻറ്റ് സ്ഥലം മേടിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കണം എന്താണ്? അച്ഛൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണിത്. എന്താണ് നിങ്ങൾ ചോദിക്കണം? മൂത്ത മകനെയും മകളെയും അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലം മേടിച്ചില്ലെങ്കിൽ അവിടെ കൂടി വീടിൻ്റെ പുറകിലുള്ള ആൾക്കാർ റോഡിടുക മാത്രമല്ല, വീട്ടിലുള്ളവൻ കയറി അവിടെ നമ്മളെക്കാൾ വലിയ വീട് വെച്ച് അവിടെ താമസിക്കുക. നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതാണ് ഹൃദയ വിചാരം എന്ന് പറയുന്നത്. ഉടമ്പടിയിൽ എല്ലാത്തിനും രഹസ്യ അജണ്ടകളുണ്ട്. രഹസ്യ അജണ്ടകളുമായിട്ടൊരു സംഭവം ഇട്ടാൽ ഉപ്പിരിക്കുന്ന കുടം ഉടയണ പോലെ നീ ഉടയും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വിശുദ്ധമായ ഉടമ്പടി വിശുദ്ധിയോടെ നിർവഹിക്കുവാൻ വിശുദ്ധമായ മനസ്സാക്ഷിയാൽ എന്നെ സ്നാനപ്പെടുത്തണമേ. ശുദ്ധിയോടെ വ്യാപരിക്കുവാൻ പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ഹൃദയം ഒരു കർത്താവിൻ്റെ വചനങ്ങളിലേക്ക് വരുമ്പോഴും ഉടമ്പടി ജീവിതം തുറന്നു വെക്കുമ്പോഴും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് കൊണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ദൈവത്തോട് ചോദിക്കണം. അല്ല, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്താൻ തീരുമാനിച്ചു, എൻ്റെ അമ്മ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യണമെന്ന് തീരുമാനിച്ചു, അതിന് വേണ്ടി എന്നെ സഹായിക്കാൻ ദൈവം ആരും ഗുണ്ട പണിക്ക് വരികയാണ്. നിൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു, അതുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ദൈവം ആരാണ്? നിൻ്റെ ഗുണ്ടപ്പണിക്ക് വേണ്ടി വരാൻ പോകണം. നീ എൻ്റെ കൊട്ടേഷൻ എടുത്തിരിക്കണം. ഉടമ്പടിയാണ് നീ എടുത്തിരിക്കണം, കൊട്ടേഷനാണ് എടുത്തിരിക്കണം മാതാവിൻ്റെ.
അപ്പോൾ അഭ്യാസം കാണിക്കാതെ സത്യസന്ധമായിട്ട് ഹൃദയം നുറുങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയെ സ്വീകരിക്കാൻ, എന്റെ ആത്മാവിൽ നിറയാൻ, എന്റെ ഹൃദയം നുറുക്കുന്ന അനുതാപത്താൽ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ഒരുമിച്ച് എല്ലാവരും എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവം ദൈവമേ, സ്വരത്തിൽ പാടുക, ഒരുമിച്ച് പാടുക എല്ലാവരും. ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവം ദൈവമേ വരണേ, ആത്മാവാൻ ദൈവമേ, ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. Praise the Lord. Praise the Lord. അപ്പോൾ നിങ്ങൾ ഉള്ളുകൊണ്ട് ഇങ്ങനെ ആഗ്രഹിക്കണം. എന്താണ്? ആത്മാവേ എന്നിൽ അഭിഷേകം ചെയ്യണമേ. നിങ്ങൾക്കറിയാമല്ലോ ഉടമ്പടി ധ്യാനത്തിൻ്റെ സ്പാൻ ആൻഡ് ലൈഫ് ഓഫ് കവനന്റ് റിട്രീറ്റ് എന്താ ഓരോ ഉണ്ട്. ഉടമ്പടി ധ്യാനത്തിൻ്റെ സ്പാൻ ഓഫ് കവനന്റ് ആൻഡ് ലൈഫ് ഓഫ് ദി കവനന്റ് എന്തുമാത്രമാണെന്നറിയാവോ? ദൈവവചനം പോലെ തന്നെയാണ് അതിൻ്റെ കവനന്റ്. ഇത് സത്യമായ കാര്യമാണ് അച്ഛനിലൂടെ ഈശോ പറയണത്. ഞാൻ പഠിപ്പുന്നതെങ്കിൽ നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയത്തില്ല. വാട്ട് ഈസ് ഹാപ്പൻഡ് ഇൻ ദ ബൈബിൾ, വാട്ട് ഈസ് ദ മെൻറ്റാലിറ്റി ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ഗോഡ്, ഇറ്റ് വിൽ ബി റിവീഡഡ്. അതാണ് നിങ്ങൾക്ക് റിവീൽ ചെയ്ത് തരണത്. അപ്പം നിങ്ങൾ അതിനെ അബൈഡ് ചെയ്ത് വരണം. പ്രാർത്ഥിക്കുക. കർത്താവേ ദൈവമേ, ഉടമ്പടി ധ്യാനത്തിലെ അങ്ങയുടെ വചനം കേൾക്കാൻ എന്നെ എന്റെ ആത്മാവിനെ ഒരുക്കണമേ, എന്റെ ഹൃദയത്തെ നുറുക്കണമേ, എന്റെ ആത്മാവിനെ ഒരുക്കണമേ, എന്റെ ഹൃദയത്തെ നുറുക്കണമേ. ആത്മാവേ, യേശുവിന്റെ ആത്മാവേ, ആത്മാവേ, അപ്പോസ്തലന്മാരിൽ ഇറങ്ങി വസിച്ച സഭയുടെ ആത്മാവേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. ഞാൻ കർത്താവിന്റെ കൈ കാലുമായി അപ്പോസ്തലന്മാരെ പോലെ ഇക്കാലത്തില് കർത്താവിനെ കൈമാറാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവാൻ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ കൈയടിച്ചോണ്ട് ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും എൻ്റെ ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ്. നമ്മൾ വിസ പ്രോസസ്സിങ് എന്ന് പറയത്തില്ലേ, അതുപോലെ കവനൻ്റ് പ്രോസസ്സിങ് ആണിത്. എന്താണ്? ഫസ്റ്റ് ടൈം വേർഡ് ഓഫ് ഗോഡ് കേൾക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് കർത്താവിൻ്റെ വചനം ആദ്യമായി കേൾക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഹൃദയം നുറങ്ങണം. കർത്താവിൻ്റെ വചനം കേട്ടിട്ട് വചനത്തെ അനുപേക്ഷണമായിട്ട് യോഹന്നാൻ 15:3 വർക്കൗട്ട് ചെയ്യണം. Take the word of God. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 15:3. യോഹന്നാൻ 15:3. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഏറ്റു നിമിത്തം പറഞ്ഞ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ വിശുദ്ധി ഉള്ളവരായിരിക്കുന്നു. വിശുദ്ധിയുള്ളവരായിരിക്കുന്നു. വചനം കേൾക്കുമ്പോൾ സത്യസന്ധമായിട്ട് അതിനോട് സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വിൽ ബി നിങ്ങളുടെ ഹൃദയം നുറങ്ങിയിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കണത്? ഹൃദയം നുറങ്ങിയിട്ട് ജനങ്ങൾ ചോദിക്കണ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പം കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ക്രൈ എന്താണ്? ഫസ്റ്റ് ക്രൈ. അതുപോലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആത്മാവിൽ ജനിച്ചവൻ്റെ ഫസ്റ്റ് ക്രൈ എന്താണത്? സഹോദരങ്ങളെ, ഞങ്ങൾ എന്ത് ചെയ്യണം? ദാറ്റ്സ് ഫസ്റ്റ് ക്രൈ. ദാറ്റ്സ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വചനം ശ്രവിച്ചവൻ്റെ ആദ്യത്തെ നിലവിളി, ആത്മാവിൽ ജനിച്ച ദൈവ പൈതലിൻ്റെ ഫസ്റ്റ് ക്രൈ എന്താണത്? സഹോദരങ്ങളെ, ഞങ്ങൾ എന്ത് ചെയ്യണം? അതാണ് ചോദ്യം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒറ്റ ഉത്തരവേ ഉള്ളൂ. പത്രോസിന് എന്താ പറയണത്? അവൻ പറയണത് പോലെ അവൻ പറഞ്ഞത് എന്താ? മർക്കോസിന്റെ 1:15 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. അവൻ പറഞ്ഞു. മർക്കോസ് 1:15. അവൻ പറഞ്ഞു. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. മനസ്സിലായില്ലേ? അപ്പം പരിശുദ്ധാത്മാവിനെ ലഭിക്കാനുള്ള ആദ്യ ഫോർമുല എന്താണ്? പത്രോസ് എന്താ പറയണത്? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ എന്നല്ലേ? അത് ആ ലൂക്ക്, അതായത് നടപടിയുടെ 2:38 നിങ്ങൾ പശ്ചാത്തപിക്കണമെന്ന് പറഞ്ഞ പത്രോസ് ആണെങ്കിൽ അത് പറഞ്ഞ പത്രോസ് അല്ലല്ലോ. അതാരാ പറഞ്ഞത്? കർത്താവ് ആദ്യം പറഞ്ഞ വാക്കാണ്. എന്താണ്? ടൈം. ദ ടൈം ഇസ് അറ്റ് ഹാൻഡ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് അറ്റ് ഹാൻഡ്. രണ്ടും ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സമയം പൂർത്തിയായിരിക്കുന്നു. ദ ടൈം ഇസ് അക്കംപ്ലിഷ്ഡ്. സമയം പൂർത്തിയായി. നിൻ്റെ സമയം, വചനം എപ്പോൾ കേൾക്കുന്നു അപ്പോൾ ദൈവകൃപയുടെ സമയം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന. നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഇത് പേര് സിമ്പിളാണ്. നോക്കിയേ, ആദ്യമേ പെന്തക്കോസ്തായിൽ ആത്മാവിനെ പത്രോസിന് ലഭിക്കുന്നു, സ്ലീഹന്മാർക്ക് ലഭിക്കുന്നു. അത് കണ്ടു നിന്ന ജനങ്ങൾക്ക് അഭിഷേകത്തോടെ അവർ ചോദിക്കുന്നു, എന്താണ്? ഈ ആത്മാവിനെ ഞങ്ങൾക്കും സ്വീകരിക്കണം, അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അത് കവനന്റിൻ്റെ ഫോർമാറ്റാണ്. പത്രോസ് എന്താ പറയും? അവൻ പറയണ പോലെ നിങ്ങൾ ചെയ്യണം. അവൻ എന്താണ് ആദ്യം പറഞ്ഞത്? അവൻ പറഞ്ഞത് മർക്കോസ് 1:15 എന്താണ്? നിങ്ങൾ പശ്ചാത്തപിക്കണം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സുവിശേഷത്തിൽ വിശ്വസിക്കണം. അപ്പോൾ സുവിശേഷത്തെ വിശ്വസിച്ചുകൊണ്ട് ആ സുവിശേഷം ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ലൈഫിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ സമയം പൂർത്തിയാകും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ആത്മാവിനെ കിട്ടും. അപ്പോൾ കവനൻ്റ് എന്ന് പറയുന്ന ഉദ്ദേശം എന്താണ്? ഒരു ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എയിമും ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും ആത്മാവിൻ്റെ അഭിഷേകമാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സന്തോഷത്തോടെ ശ്രദ്ധിക്കട്ടെ.
പെന്തക്കുസ്താനുഭവം തരണേ. പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. പെന്തക്കുസ്താനുഭവം തരണേ. പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ